ഒന്ന് പറഞ്ഞു പോരെങ്കിലാ. രണ്ടുപേരും അവിടെ നിന്നിട്ട് കരയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നുണ്ട്, യഹിയാ നബി പടച്ചവനെ പേടിച്ചിട്ടാ അള്ളാഹ്ക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞു കരഞ്ഞിട്ടാ രണ്ട് കവിൽ തടത്തിലെ കണ്ണുനീരിന്റെ ചാല് ഒഴുകിയിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ അവർക്ക് അല്ലാഹുവിനെ ഭയപ്പെട്ടതെങ്ങനെയാ, അവരുടെ തഖ്വ എങ്ങനെയാ, റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ചവരാ, നാളെയുള്ള കാര്യമോർത്തവരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പല തെമ്മാടിത്തരങ്ങളിലോട്ട് കടന്നു ചെല്ലുമ്പോ അള്ളാഹുവിനെ ഓർമ്മ വേണേ. പ്രത്യേകിച്ച് പറയട്ടെ നിങ്ങളോട്, ഈ ഒരു ആഴ്ചക്കുള്ളിൽ എത്ര മരണമാ നടന്നതാ, എത്ര മരണമാ നടന്നതാ. സ്കൂളിലേക്ക് ചെന്ന ചെറുപ്പക്കാരനാ പെട്ടെന്ന് ആക്സിഡന്റിലൂടെ മരണപ്പെട്ടു പോയ വാർത്ത ഞാൻ നിങ്ങൾ കേട്ടവരല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഉദ്ഘാടന ആ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞുവല്ലോ, നാളെ സനത് മേടിക്കേണ്ട നഈം ഫൈസ് എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട സുഹൃത്താ നാളെ സനത് വാങ്ങേണ്ട കരമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കടക്കുന്നതാ 6 അടി മണ്ണിന്റെ ഉള്ളിലാ. ആ പ്രിയപ്പെട്ടവന്റെ എത്രയോ വീഡിയോകൾ നമ്മൾ കണ്ടവരാ, കേട്ടവരാ. അത് കേൾക്കുമ്പോ നമുക്ക് അല്ലാഹുവിനെ ഓർമ്മ വരണേ, നാളെ ഞാനും കിടക്കേണ്ടവനാണെന്നുള്ളൊരു ഓർമ്മ വരണേ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നിശ്ചയിച്ച ടൈം വന്നാ ഒരാൾക്ക് പോലും ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഈ വയത് കരഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമോ എന്ന് പറയാ കഴിയില്ല. അതുകൊണ്ട് പറയട്ടെ, പരിശുദ്ധമായിരിക്കുന്ന റജബ് മാസമാ, റബ്ബിലേക്കൊന്ന് മടങ്ങണേ. പ്രത്യേകിച്ച് എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, പൊന്നുപോലെ പള്ളിക്ക് വരണമെങ്കിൽ അത് റമദാൻ വരണമെന്നില്ല. റമദാൻ വന്നാൽ മുസല്ല എടുത്തിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് മക്കൾക്ക് നിസ്കരിക്കാ പറയണമെന്നില്ല. റജബ് വന്നാലും ഏത് മാസം വന്നാലും ഈ പള്ളിക്കകത്ത് നിസ്കരിക്കാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമുക്ക് കഴിയേണ്ടതുണ്ട്. എനിക്ക് വല്ലാത്ത സന്തോഷമായി, കാരണം ഞാനൊരു ഇർഫാനിയാണ്. ഈ ഇർഫാനിയയിൽ പഠിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളി നമ്മുടെ കോളേജുമായിട്ട് ചെറിയ ബന്ധമുള്ളതാ, കോളേജുമായിട്ട് ബന്ധമുള്ളൊരു പള്ളിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ ഈ ഒരു പ്രഭാഷണം സംഘടിപ്പിച്ച ഈ സംഘടനയുടെ പേരും ഇർഫാനിയ ദഫ് കമ്മിറ്റി എന്നാണ്. അഭിമാനത്തോടെ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പള്ളി നിർമ്മിച്ചതാ അള്ളാഹുവിന്റെ മഹത്തുക്കളുടെ മേൽനോട്ടത്തിലാ, അവരുടെ സാന്നിധ്യമുള്ളതാ, അള്ളാന്റെ റഹ്മത്തെന്ന് എത്തുന്ന പേരുള്ള പള്ളിയാ. അതുകൊണ്ട് പള്ളിയോട് കളിക്കരുത്, പള്ളിക്കെതിരായിട്ട് സംസാരിക്കരുത്. പള്ളിക്ക് വേണ്ടി ഒത്താശങ്ങൾ നടത്തിയവരാ, മദ്രസയ്ക്ക് വേണ്ടി രാപ്പകലൊന്നില്ലാതെ ഓടി നടന്നവരാ, നമ്മുടെ പ്രിയപ്പെട്ട കാരണവരാ. ഈ പള്ളിക്ക് വേണ്ടി സ്ഥലം തന്നവരാ, ആ മദ്രസയ്ക്ക് വേണ്ടി സഹായിച്ചവരാ, മണ്ണ് കൊണ്ടുപോയി ഇടാൻ വേണ്ടി വന്നവരാ. അവർക്കൊക്കെ അല്ലാഹു തആല പ്രത്യേകമായിരിക്കുന്ന സവാബുകളെ രേഖപ്പെടുത്തിയിരിക്കുമ്പോ അവരാരെയും നിങ്ങൾ കുറ്റം പറയരുത്. റബ്ബിനെ ഓർമ്മ വേണം. ഒരാളെയും മാംസം പച്ചക്ക് പറിച്ചു തിന്നരുത്. ഫിത്ന എന്ന് പറയുന്നത് അശദ്ദു മിനൽ ഖത്ലി, ഒരു മനുഷ്യനെ പച്ചക്ക് വെട്ടിക്കൊന്നു കളയുന്നതിനേക്കാൾ അവന്റെ പിറകിൽ പോയിട്ട് ഫിത്ന നടത്തല, അത് ഏറ്റവും വലിയ കാഠിന്യമാണെന്ന് ഖുർആൻ പറയുമ്പോ ഈ നാട്ടിൽ ഫിത്ന വിതക്കരുതേ. എന്തിനാ ഇത് പറഞ്ഞെന്നറിയോ എന്റെ പ്രിയമുള്ളവരെ? ഈ